GHSS എടവിലങ്ങ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാപ്സ് ലഹരിക്കെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. എടവിലങ്ങ് GHSS പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാപ്സിന്റെ 2ാം വാർഷികാഘോഷമായ ഓർമ്മ 2025ന്റെ ഭാഗമായി പൊതുസമ്മേളനം, അനുമോദനം, കലാസന്ധ്യ എന്നിവ നടന്നു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. പഠിച്ചുപോയ ഒരു വിദ്യാർത്ഥിയുടെ സംഗമം. ഈ കലാലയത്തിന് വലിയ പാരമ്പര്യമുണ്ട്. 130 വർഷത്തോളം, 1.25 നൂറ്റാണ്ടിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ശക്തി നമുക്ക് അതിൻ്റെ അംഗസംഖ്യ നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. ആ അംഗസംഖ്യയിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ, മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ജീവിക്കുന്നവർ, അതിലൊട്ടേറെ ആളുകൾ, അവരിൽ നിരവധി പ്രമുഖരെയാണ് ഇന്നിവിടെ ക്ഷണിച്ച് ആദരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രമുഖനൊന്ന് നമ്മുടെ MLA ശ്രീ ടൈസൺ മാസ്റ്റർ തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും പഴയകാല സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ബൈജു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നൊസ്റ്റാൾജിയ, ഒരു ഗ്രഹാതുരത്വം ഉണ്ടാകും. കാര്യം നിങ്ങൾക്കൊട്ടേറെ ഓർമ്മകളുണ്ട്. അതുകൊണ്ടാണ് ഈ പേരിന് തന്നെ ഓർമ്മ 2025 പേരിട്ടിരിക്കുന്നത്. ഈ കലാലയത്തിൻ്റെ കവാടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുട്ടിക്കാലത്തേക്ക് കടന്നു. നമ്മൾ പഠിച്ച ക്ലാസ് മുറികൾ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മൾ കൂട്ടുകൂടിയ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ നടന്ന മണ്ണ്, നമ്മൾ കളിച്ച സ്ഥലം, അതെല്ലാമാണ് ചെറുപ്പകാലഘട്ടത്തിലുള്ള ഓർമ്മകളാണ് എപ്പോഴും നമുക്ക് കൂടുതൽ ആവേശവും അതുപോലെ തന്നെ സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്കൊട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ മനസ്സിൽ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങളുടെ സഹപാഠികളായിരുന്ന പലരും ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാകുന്നു. അങ്ങനെ നമ്മളിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ സഹപാഠികളെക്കുറിച്ചുള്ള കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ മുഖ്യാതിഥിയും തുടരും സിനിമയുടെ തിരക്കഥാകൃത്ത് KR സുനിൽ വിശിഷ്ടാതിഥിയുമായിരുന്നു. ഒസാപ്സിന്റെ ഓർമ്മ 2025 എന്ന പരിപാടി, ഇതിന്റെ സംഘാടകർ, വേദിയിൽ ബൈജുവും ലോറൻസും ബന്ധപ്പെട്ട ആളുകളും നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ സ്വാഗതം പറഞ്ഞ ശകന ഉൾപ്പെടെ ഒരു ടീമായി ഭംഗിയായി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് മഴയുള്ള സമയമായതിനുള്ളൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും കഴിയാവുന്നത്ര ആളുകളെല്ലാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓർമ്മ ആദ്യം തുടങ്ങുന്നത് ഇതുപോലെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പരിപാടിയാണ്. ആ ഗംഭീരമായ തുടക്കവും പിന്നെ അതിന് ശേഷം ഇപ്പോൾ നിലനിർത്തുന്നതുമല്ല നമുക്ക് വൈകാരികമായിട്ടുള്ളൊരു തലം സൃഷ്ടിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കാണാൻ കിട്ടുന്ന ഒരു അസുലഭമായിട്ടുള്ള നിമിഷമാണ് യഥാർത്ഥത്തിൽ. പഴയ അധ്യാപകരെയും പഴയ സുഹൃത്തുക്കളെയും നമ്മുടെ സ്കൂളിൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് മറ്റേത് പരിപാടിയേക്കാളും ഗൗരവപ്പെട്ട, മനസ്സിന് സന്തോഷം തന്ന പരിപാടിയായി ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇത്തരം യോഗങ്ങൾക്ക്, സംഗമത്തിന് പ്രാധാന്യമുള്ളതിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വരുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അരുണാബായി ടീച്ചർ മുതൽ ശക്തിധരൻ മാഷ്, കാർത്തികേയൻ മാഷ്, അല്ലേ, ജാനകി ടീച്ചർ, ദേവകി ടീച്ചർ, സുശീല ടീച്ചർ, ഈ ടീച്ചർമാരുടെ പേര് പറയുമ്പോൾ ആരെങ്കിലും വിട്ടുപോയെന്ന് വിചാരിച്ചേക്കരുന്നിട്ട് എല്ലാവരും വളരെ പ്രധാനപ്പെട്ടവരാണ്. ഒസാപ്സ് പ്രസിഡന്റ് VM ബൈജു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുച്ചാലിൽ, എടവിലങ്ങ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ KK മോഹനൻ, 6ാം വാർഡ് മെമ്പർ സുരഭി സുമൻ, PTA പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാളിയേക്കൽ, SMC ചെയർമാൻ PS അനിൽകുമാർ, PTA പ്രസിഡന്റ് ഷെഫീർ PM, HSS പ്രിൻസിപ്പൽ TR ലീന, HM VV വിജി, LPS HM ജീന തോമസ്,
റിട്ടയർഡ് പ്രിൻസിപ്പൽ അനിൽകുമാർ, റിട്ടയർഡ് ടീച്ചർ ചാന്ദിനി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി ഷഹനാൻ നസീർ സ്വാഗതവും ഖജാൻജി MV ദിലീപ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ജനകീയ സംഗീത സഭയുടെ ഗസൽ ഗാനമേള നടന്നു. കൂടാതെ കൊടുങ്ങല്ലൂർ DJ ഒരുക്കിയ ഡാൻസ് നൈറ്റും നടന്നു. ഇതിനോടനുബന്ധിച്ച് നാട്ടോർമകളായ മത്സര ഇനങ്ങൾ പായ്നെയ്ത്ത്, മൈലാഞ്ചിയിടൽ, 500 കളി എന്നിങ്ങനെയുള്ള നാട്ടോർമകളും സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ നിഷ അജിതൻ, കൺവീനർ ഷഹനാൻ നസീർ, ജനറൽ കൺവീനർ VM ബൈജു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PF ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി.